ഈ ആഴ്ചകളിൽ വിനോദരംഗത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട വാർത്തകളിൽ ഒന്ന് ബിഗ് ബോസ് മലയാളം സീസൺ 7 സംബന്ധിച്ച വാർത്തകളാണ്. സീസൺ 7 ഉടനെ ഉണ്ടാകില്ലേ, ബിഗ് ബോസ് മലയാളം ഷോയ്ക്ക് എന്തുപറ്റി തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു. ഇപ്പോൾ ഇതോട് ചേർത്ത് കാണാൻ കഴിയുന്ന മറ്റൊരു സാധ്യതയാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ചാനൽ മാനേജ്മെന്റിൽ അല്ലെങ്കിൽ ചാനൽ ഗ്രൂപ്പിൽ വന്ന മാറ്റങ്ങൾ ഈ സമയങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതുമായി കുറച്ചെങ്കിലും ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ പ്രതിപാദിക്കുന്നതും. ബിഗ് ബോസ് കഴിഞ്ഞ ഏതാനും സീസണുകളിൽ നടന്നു വന്നിരുന്നത് കേരളത്തിലെ മധ്യവേനൽ അവധിക്കാലത്താണ്. വിഷുവും ഈസ്റ്ററും അവധിക്കാലവും എല്ലാം ഇതിൽപ്പെടും. പക്ഷേ ഈ സമയപരിധി മറ്റൊരു തരത്തിൽ കൂടി ഏറെ ശ്രദ്ധേയമാണ്. ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ക്രിക്കറ്റ് കാലം കൂടിയാണിത്. ഫെബ്രുവരി മുതൽ ഇക്കൊല്ലം ക്രിക്കറ്റ് കാലം ആരംഭിക്കും. ICCയുടെ ചാമ്പ്യൻസ് ട്രോഫി ഫെബ്രുവരിയോടെ ആരംഭിക്കും. അതിൽ ക്രിക്കറ്റ് പ്രേമികൾ ഏറെ കാത്തിരിക്കുന്ന പല മാച്ചുകളും വരാനിരിക്കുന്നു. അതിനുശേഷം മാർച്ച് അവസാനത്തോടുകൂടി IPLന്റെ വരവാണ്. നിലവിൽ ചാനൽ ഗ്രൂപ്പുകളുടെ മെർജിംഗ് നടന്നതോടുകൂടി ഈ ക്രിക്കറ്റ് മാച്ചുകളുടെ ചാനൽ OTT സംപ്രേഷണ അവകാശങ്ങൾ പുതിയ ജോയിന്റ് വെഞ്ചറിൽ എത്തും. ക്രിക്കറ്റ് സംപ്രേഷണം കഴിയുന്ന വിധം ലാഭകരമാക്കാൻ ചാനൽ ശ്രമിക്കുന്നു എന്ന വാർത്തകൾ സാമ്പത്തിക രംഗത്തുള്ള മാധ്യമങ്ങൾ ഇതിനോടകം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിൽ കൂടുതൽ കാഴ്ചക്കാരെ ആകർഷിക്കാനും അതിലൂടെ കൂടുതൽ പരസ്യവരുമാനം നേടാനും ചാനൽ അല്ലെങ്കിൽ OTT ശ്രമിക്കുമെന്നായിരുന്നു പുറത്തു വന്ന റിപ്പോർട്ടുകൾ. ഒരുപക്ഷേ ഈ തീരുമാനം ബിഗ് ബോസ് മലയാളം മുൻപോട്ട് മാറ്റാൻ ഒരു കാരണമായേക്കാം. ബിഗ് ബോസ് ടെലികാസ്റ്റും ലൈവ് OTTയും എല്ലാം വന്നാൽ ഒരുപക്ഷെ കുറെ പേരെങ്കിലും ബിഗ് ബോസിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധ്യതയുണ്ട്. ബിഗ് ബോസ് ഓണക്കാലത്തിലേക്ക് മാറ്റിയാൽ ആ സമയത്തെ സ്വാഭാവികമായുള്ള പരസ്യവരുമാന സാധ്യതകളും കൂടുതൽ പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞേക്കും. ആദ്യമേ പറഞ്ഞതുപോലെ ഇതെല്ലാം സാധ്യതകൾ മാത്രമാണ്, വ്യക്തമായി ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന യാഥാർത്ഥ്യങ്ങളല്ല. ഏതായാലും ബിഗ് ബോസ് മലയാളം ആരംഭിക്കുമ്പോൾ അതിൻ്റെ വിശേഷങ്ങളും വാർത്തകളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ.